പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ട് ഇറാനെതിരെ അമേരിക്ക വീണ്ടും വ്യാപകമായ വ്യോമാക്രമണം നടത്തി. തുടർച്ചയായ 10ാം ദിവസമാണ് US സൈന്യം ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്നത്. ഇതോടുകൂടി തന്നെ അമേരിക്കയുടെ റഡാറിന് പുറത്തു കടക്കാനാകാതെ ഇവിടെ ഇറാൻ ആകട്ടെ പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് പുതിയ ഓപ്പറേഷൻ നടപ്പിലാക്കിയതെന്നതാണ് US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നതാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ നിരന്തരമായി തന്നെ ഇറാന്റെ ആക്രമണം ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളെയാണ്. ആക്രമണത്തിന് പിന്നാലെ തന്നെ തെക്കൻ തുറമുഖ നഗരമായ ബദർ അബ്ബാസിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി തന്നെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ബുഷേഹർ ആണവ നിലയത്തിന് സമീപം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിൽ സജീവമാക്കിയതായും അതേപോലെ തന്നെ തുടർച്ചയായ അമേരിക്കൻ ആക്രമണങ്ങളും ഇറാന്റെ പ്രതിരോധ നീക്കങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ആശങ്കയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശക്തമായിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലെ ഏറ്റവും പുതിയ സംഭവമായ തെക്ക് കിഴക്കൻ നഗരമായ ചബഹാറിലും അതേപോലെ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ ഒരു സംഭവത്തിന് US നേരിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് പോസ്റ്റ് പങ്കുവച്ചു. അവിടെ കത്തുന്ന കപ്പലിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ അമേരിക്കയെ വിശ്വസിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ അത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ കാഴ്ച എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ ഒരു ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി തന്നെ മേഖലയിലെ റഡാർ നിരീക്ഷണങ്ങൾ നിർവീര്യമാക്കാനാണ് ഈ ഘട്ടത്തിൽ അവിടെ ശ്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഒമാൻ തീരത്തെ ലീമ മേഖലയ്ക്ക് സമീപം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന എണ്ണ ടാങ്കിന് നേരെ തിരിച്ചറിയാത്ത വസ്തു പതിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടായതായി തന്നെ UK മാരിടൈം വ്യക്തമാക്കുകയും ആക്രമണത്തിന് ഇരയായ കപ്പലിനെ ജീവനക്കാർ അത് ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ രക്ഷാ ബോട്ടുകളിലേക്ക് മാറിയതായാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത തെക്കൻ പാതയുടെ അതിലൂടെ തന്നെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണ ടാങ്കുകളിൽ വലിയ സ്ഫോടനത്തെ തുടർന്നുകൊണ്ട് വൻ തീപിടുത്തമുണ്ടായതായി തന്നെ IRGC അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കപ്പൽ ഉപേക്ഷിച്ച വാർത്ത പുറത്തു വരുന്നത്. മേഖലയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള US പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകി. മിഡിൽ ഈസ്റ്റിലൂടെ തന്നെ അമേരിക്കക്കാർ യാത്രാ തടസ്സങ്ങളും വിമാന സർവീസുകളും റദ്ദാക്കിയതിനും വ്യോമപാത അടച്ചതിനും അവിടെ സാധ്യതയുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പോലും ഇവിടെ പുറത്തു വരുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ഉള്ളവർ മിഡിൽ ഈസ്റ്റിലേക്കോ അതുവഴിയോ ഉള്ള യാത്രകൾ അവിടെ പരമാവധി തന്നെ ഒഴിവാക്കണം. വിദേശത്തുള്ള നയതന്ത്ര കാര്യാലയങ്ങൾക്കും മറ്റും ഇറാന്റെയോ അല്ലെങ്കിൽ സഖ്യ ഗ്രൂപ്പുകളുടെയോ ഭാഗത്ത് നിന്ന് ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.